ഹോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയാൻ നേരത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടെ താല്പര്യമില്ലാത്തവർക്ക് കണ്ടാൽ ബോറടിക്കുന്ന മറ്റൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിഷയം വാട്ട് ടു സീ ഇൻ തലശ്ശേരി. നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് നമ്മുടെ സ്ഥിരം ഡിപ്പാർച്ചർ സൈറ്റ് ആയിട്ടുള്ള കൊടിയേരി ജംഗ്ഷനിൽ നിന്നും തലശ്ശേരി ബസ് സ്റ്റാൻഡിലോട്ടാണ്. ഏകദേശം 13 രൂപയാണ് പെർ ഹെഡ് ബസ് ചാർജ് വരുന്നത്. ഇവിടെ നിന്നും നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം 1.2 കിലോമീറ്റേഴ്സേ ഉള്ളൂ. കാലുള്ളവർക്കും അല്പം ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നടക്കാവുന്നതേ ഉള്ളൂ. ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഓട്ടോ വിളിച്ച് വരാം. 10-60 രൂപ കൊടുത്താൽ മതി. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആദ്യത്തെ സ്പോട്ട്, തലശ്ശേരി ഫോർട്ട് എന്നൊക്കെ പറയും. ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയാൻ നേരത്ത് രാവിലെ 8 തൊട്ടിട്ട് വൈകുന്നേരം 6 വരെയാണ്. ബട്ട് 5 മണിയായപ്പോൾ തന്നെ ഞങ്ങളെ വിസിലടിച്ച് ഓടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഫോർട്ടിൽ ചെന്ന പാടെ തന്നെ നമ്മൾ ഫോർട്ട് കയ്യിലടക്കി കേട്ടാ. ഇവിടെ ഇപ്പോൾ നോക്കാനും പിടിക്കാനും പറയാനൊന്നും സെക്യൂരിറ്റി ഒന്നുമില്ല എന്നും പറഞ്ഞ് പോക്കൃത്തരമൊന്നും കാണിക്കല്ലോ. ചെന്ന പാടെ തന്നെ ഇങ്ങനത്തെ ഒരു സാധനം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്നോർത്ത് വല്ല സ്പെഷ്യലൈസ്ഡ് പീരങ്കി ആയിരിക്കും, എന്നിട്ട് ആ പീരങ്കിയുടെ കുഴലില്ലേ അവർ മാറ്റി വല്ലയിടത്തും വെച്ചിരിക്കുകയെന്നു. ബട്ട് അതൊന്നുമല്ല. എനിക്ക് മനസ്സിലാക്കിയ പ്രകാരം ഇറ്റ് ഈസ് എ സ്പ്രോക്കറ്റ്. വലിയ ഭാരമുള്ള മെഷീനുകളും എഞ്ചിനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടാണ്ട് എൻട്രി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ടണൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ജയിലാന്ന് തോന്നുന്നു, ഓർ മൈറ്റ് ബി എ ഗോഡൗണും ആകാം. പിന്നെ ഇംഗ്ലീഷ് സിനിമയിലേക്ക് കോട്ടകളിൽ കാണുന്ന പോലെ മറ്റേ നാണയം ഇടുന്ന രീതിയിലുള്ള ഗ്യാപ്പുണ്ട്. ഇതുവഴി എന്താ അമ്പൊന്നും വിടാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു, ഒളിഞ്ഞു നോക്കാനോ പറ്റത്തുള്ളൂ. പിന്നെ ഇതുപോലത്തെ അടുപ്പ് ഇവിടെ കണ്ടായിരുന്നു. ഇത് അടുപ്പാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ആ ഒരു ഓപ്പണിങ്ങിൽ കരിയൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അത് അടുപ്പാണെങ്കിൽ മോളിൽ പാത്രം വെക്കാൻ സ്ഥലം വേണ്ടേ? അങ്ങനെ ഒരു സ്പേസ് അവിടെ കാണുന്നില്ല. പാത്രം ഇവർ അതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് കത്തിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ പർപ്പസ് അടുപ്പ് തന്നെയാണോ എന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നേ. 1708 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് കേട്ടോ ഈ കോട്ട ഉണ്ടാക്കുന്നത്. ചെങ്കല്ല് ഉപയോഗിച്ച് തന്നെയാണ് അന്ന് അവർ കോട്ട ഉണ്ടാക്കിയത്. ബട്ട് സിമെൻറ്റിന് പകരം മറ്റെന്തോ സാധനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുത്തിയപ്പോൾ തന്നെ പൊളിഞ്ഞു പോരുന്നുണ്ടായിരുന്നു. കാരണം സിമെൻറ്റ് കണ്ടുപിടിച്ചത് 1824 അതിന് മുന്നേ ഇവർ കോട്ട ഉണ്ടാക്കി. പിന്നെ ഇവരെന്ത് സബ്സ്റ്റൻസ് ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്? എനി ഗസ്. പിന്നെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനറൽ ആശുപത്രിയിൽ നിന്ന് വരുന്ന ആ വെളുത്ത പുക ഒഴികെ ബാക്കി എല്ലാം നല്ല വ്യൂ ആണ്. ആൻഡ് ഇവിടെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഞങ്ങൾ വന്നപ്പോഴാണ് അല്പം ആളും അനക്കമൊക്കെ ഉണ്ടായിരുന്നത്. അതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ദാ വീണ്ടും ഇവിടെ ഒരു അടുപ്പുണ്ട്. ഇത് അടുപ്പ് തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ബട്ട് അടുപ്പിൻ്റേതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. പക്ഷേ പാത്രം വെക്കാൻ സ്ഥലമില്ല. പണ്ട് ബക്കറ്റില്ലായിരുന്നുകൊണ്ട് ബക്കറ്റ് ചിക്കൻ ഇതിനകത്താണ് ഇനി ഇവർ ചുട്ടിരുന്നത്. ഐ ഡോണ്ട് നോ എനിവേ. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ചെറിയ രീതിയിൽ ഇവർ ചെങ്കല്ല് കൊണ്ട് കെട്ടിയ ഒരു സ്റ്റേജൊക്കെ ഉണ്ട്. കാണാൻ തന്നെ നല്ല രസമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കയറി റീലൊക്കെ എടുക്കാം. കുറച്ച് പിള്ളേരൊക്കെ റീല് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വീണ്ടും പൂട്ടിക്കിടക്കുന്ന ചെറിയൊരു ടണലുണ്ട് ഇവിടെ. അതും നേരെ ചെന്നിട്ട് താഴത്തോട്ടാണ് പോകുന്നത്. എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നമുക്കാർക്കും അറിയില്ല. ഇനി ഈ കോട്ടയുടെ മറ്റൊരു മൂലക്കെന്ന് പറയാൻ നേരത്ത് ഫുട്ബോൾ കളിക്കാനുള്ള സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞവരെ കളിപ്പിക്കത്തൊന്നുമില്ല. ഈ ഒരു പോയിന്റിൽ നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള അലസി പൂമരം പൂത്ത് നിൽക്കുന്ന ശ്മശാനം കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ സെൻറ്റ് ജോൺസ് ആംഗ്ലിക്കൻ ചർച്ചും ഉണ്ട്. അവിടെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് തന്നെ ഒരു സ്കൂളും ഉണ്ട്. എല്ലാം സെയിം കോമ്പൗണ്ടിൽ തന്നെയാണ്. അങ്ങനെ കാഴ്ച ആസ്വദിച്ചിരുന്ന സമയത്ത് ആശ്വാസം കെടുത്താൻ വേണ്ടി നമ്മുടെ കുട്ടിപ്പട്ടാളംസിൽ എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇവരുടെ കൂടെയായിരുന്നു ഞങ്ങൾക്ക് വരേണ്ടിയിരുന്നത്. ഇതുങ്ങൾ പിന്നെ ഒരുങ്ങാനും പിടിക്കാനൊക്കെ 2-3 മണിക്കൂറൊക്കെ എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര നേരം വെയിറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങളങ്ങ് ആദ്യമേ പോന്നു. വന്ന പാടെ തന്നെ ഇവിടെ ഫോട്ടോഷൂട്ട് തുടങ്ങി കേട്ടോ. പിന്നെ ഒരു 10-40 മിനിറ്റ് മാറി മാറി തലങ്ങും വിലങ്ങും എടുത്ത് ഫോട്ടോ എടുപ്പായിരുന്നു പരിപാടി. പിന്നെ അവർ കുറേ നേരം റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് രാജേട്ടാ പ്ലീസ് 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 എന്ന് പറഞ്ഞ് കുറേ തവണ പുറകെ നടന്നുകൊണ്ട് നമ്മുടെ വ്ളോഗിലും കൂടെ അവരെ കയറ്റിയിട്ടുണ്ട് ഗായ്സ്. പിന്നെ ഇന്നത്തെ കാലത്തൊന്നും അധികം കാണാത്തൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണാൻ പറ്റി. ഇന്ന് കണ്ട് ഈ ഫോർട്ടിനെക്കാളും ബീച്ചിനെക്കാളും പള്ളീനേക്കാളും എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയായിരുന്നു. ക്യാൻ ബി റിഫേർഡ് ടു ആസ് ട്രൂ ലവ്. ഇങ്ങനെയുള്ളൊരു അമ്മ മകൻ ബോണ്ട് ഈ ഒരു ഏജിൽ ഇവർ കീപ്പ് ചെയ്യണമെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മുടെ ഈ ഒരു കാലത്ത് അത് കുറവാണ്. അങ്ങനത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടു തീർന്നപ്പോഴത്തേക്കും 5 മണിയായി. അപ്പോഴത്തേക്കും അവന്മാർ വിസിലടിക്കാൻ തുടങ്ങി. സോ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്നു. പോകുന്നതിന് മുന്നേ തന്നെ സ്പ്രോക്കറ്റിൽ കയറിയിരുന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി കോട്ടയുടെ വലതുവശത്തൂടെ ഇങ്ങനെ ഒരു വഴി പോകണം കാണാം. ആ വഴി പോയി കഴിഞ്ഞാൽ 4 കാഴ്ചകൾ കാണാം. ഒന്നെന്ന് പറയാൻ നേരത്ത് ഈ കാണുന്ന സെൻറ്റ് ജോൺസ് ആംഗ്ലിക്കൻ ചർച്ച്. ആ ചർച്ചിൽ തന്നെ ഒരു ബാസ്ക്കറ്റ് ബോൾ കോർട്ട്, എന്തായിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലൊരു ഗാലറിയൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് അതുമായിട്ട് ചേർന്ന് ഒരു സ്കൂളും ഉണ്ട്. എനിക്കൊന്നും ഇവിടെ 10ാം ക്ലാസ് വരെ ഉള്ളത്. പിന്നെ അധികം സ്കൂളുകളിലൊന്നും കാണാത്തൊരു കാഴ്ച ഞാൻ കണ്ടു. അതായത് അവിടെ പഠിപ്പിച്ചിരുന്ന ഒരു സാറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ക്ലാസ് റൂം റിനോവേറ്റ് ചെയ്ത് കൊടുത്ത ഒരു ബാച്ചിൻ്റെ ബോർഡാണ് ഈ കാണുന്നത്. അങ്ങനെ 2-3 ക്ലാസ് റൂമുകൾ ഏതെങ്കിലും ഒരു ബാച്ച് റിനോവേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്കൂളിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് അവർ സെമിറ്റേരിയം വെച്ചിട്ടുണ്ട്. പിള്ളേരെ പഠിപ്പിക്കാനാണോ എന്തോ. ഇത് കൂടാണ്ട് ഈ വഴി നടന്നു വരാൻ നേരത്ത് വലതുവശത്തായിട്ട് വെല്ലസ്ലി ബംഗ്ലാവും കാണും. നമ്മൾ ആദ്യം ഒരു ബോർഡ് കണ്ടില്ലായിരുന്ന. നിലവിൽ എൻ്റെ ഓർമ്മയിലെ കളക്ടറാണ് അവിടെ താമസിക്കുന്നത്. അതും കൂടാണ്ട് അഡീഷണലായിട്ട് ഇങ്ങനെ ഒരു അടിപൊളി സീനറി നമുക്ക് ഈ സ്കൂളിൻ്റെ ബാക്കിൽ നിന്നാൽ കാണാൻ പറ്റും. ഇവിടെ വെയിലൊന്നും കെട്ടി വെച്ചിട്ടില്ല. ഈ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അതുങ്ങളൊക്കെ
ഇതുവഴി ആ വെള്ളത്തിലോട്ടും അങ്ങോട്ടൊക്കെ ഇറങ്ങി വീഴത്തില്ല എന്ന് ഓർക്കുന്നത്. പിന്നെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഇതിവിടെയും കുറച്ച് വേണ്ടാതീന പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയ ലൊക്കേഷൻ എന്ന് പറയാൻ നേരത്ത് കടൽപ്പാലം ഇല്ലേ, തട്ടത്തൻ മറയത്തിൻ്റെ ലാസ്റ്റ് സീനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്, അങ്ങോട്ടും പോയായിരുന്നു. തലശ്ശേരി ബീച്ചിലോട്ടും പോയായിരുന്നു. ആ വഴി അവിടെ ഉണ്ടായിരുന്ന മൊത്ത ഫിഷ് മാർക്കറ്റിലോട്ടും കയറിയായിരുന്നു. മാർക്കറ്റിലോട്ട് കയറുമ്പോൾ തന്നെ ഇളമ്പക്കായ വെച്ചിട്ടുണ്ട്. ആ ഓറഞ്ച് കളറിൽ കണ്ട കക്കയാണ് ഇളമ്പക്കായ എന്ന് പറയും. കിലോയ്ക്ക് 50 രൂപയാണ് വന്നത്. എൻ്റെ വീട് ആലപ്പുഴയിലാണെങ്കിലും ഇങ്ങനെ ഇളമ്പക്കായ എന്ന് പറയുന്ന സാധനം അധികം കണ്ടിട്ടില്ല. നമ്മുടെ ആലപ്പുഴയിലൊക്കെ കിട്ടുന്ന കറുത്ത കളറിലെ കക്കയുടെ തന്നെ ഒരു കറുത്ത ഓറഞ്ച് കളറിലെ സാധനം. അതിൻ്റെ അപ്പുറത്തിരുന്ന പച്ച സാധനം കല്ലുമ്മക്കായാണ്. അതിന് കിലോ 120, 150, 200 സൈസിനനുസരിച്ച് വിലയും കൂടും. പിന്നെ മാർക്കറ്റിലൊക്കെ നല്ല വമ്പൻ മീനുകളുണ്ടായിരുന്നു കേട്ടോ. നല്ല കടൽക്കൂരി ഉണ്ടായിരുന്നു. എൻ്റെ വയറ്റിലൊക്കെ ഇഷ്ടം പോലെ മുട്ട കാണുമെന്ന് തോന്നുന്നു. വയറൊക്കെ വീർത്തിരിപ്പുണ്ട്. അതുകൂടാണ്ട് നെയ്മീനുണ്ടായിരുന്നു. നെയ്മീൻ ഞാനിങ്ങനെ സിനിമയിലും അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ട് ഇപ്പോഴാണ് കാണുന്നത്. നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ നല്ല ജിമിട്ട മുഷി ഉണ്ടായിരുന്നു. പിന്നെ ഈ കിടക്കുന്നതാണ് കടവരാലെന്ന് പറയും. കടലിലുള്ള ഒരു ടൈപ്പ് വരാലിൻ്റെ സ്പീഷീസാണ്, സ്നേക്കറിൻ്റെ സ്പീഷീസാണ്. അതിൻ്റെ പല്ലൊക്കെ നല്ല കുനുകുനാന്നിങ്ങനെ കൂർത്തിരിക്കും. പിന്നെ ഇപ്പുറത്ത് കാണുന്നതാണ് ആവോലി എന്ന് പറയും. ആവോലി തന്നെ കറുത്ത ആവോലിയുണ്ട്, വെളുത്ത ആവോലിയുണ്ട്. വെളുത്താണ് നമ്മൾ കാണുന്ന സിൽവർ കളർ. ഇത് ബ്ലാക്ക് എന്ന് പറയാൻ നേരത്ത് കറുത്ത ആവോലിയാണ് കേട്ടോ. പിന്നെ കുറേ ടൈപ്പ് ഹമൂർ ഉണ്ടായിരുന്നു. 3 മോൺസ്റ്റർ ഫിഷിനെയാണ് നിരത്തി വെച്ചിരിക്കുന്നത്. വലതുവശത്ത് കാളാഞ്ചി, നടുക്ക് ചെമ്പല്ലി, ഇടതുവശത്ത് ഹമൂർ. അതിൻ്റെ അപ്പുറത്തിരുന്ന ചെറിയ സാധനം കരിമീനാണ്. പിന്നെ വേറെയും കുറേ ടൈപ്പ് ഹമൂറൊക്കെയാണ് ഈ കാണുന്നത്. എല്ലാം ചെറിയ ചെറിയ ഹമൂറാണ്. നല്ല രീതിയിൽ വളരും. പക്ഷേ ഈ ചെറുപ്പത്തിൽ അവർ പിടിച്ചിവിടെ വിൽക്കുകയാണ്. എല്ലാവരും വാങ്ങി കഴിക്കുന്നുണ്ട്. കൊന്നാ പാവം തിന്നാ പോകുന്നതല്ലേ. പിന്നെ ഈ കാണുന്ന പോലെ രോഹമൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മാർക്കറ്റിലെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. മാർക്കറ്റിൽ നേരെ നടന്ന് വരാൻ നേരത്ത് ഇങ്ങനെ ഒരു സ്പോട്ട് എത്തും. അവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ തലശ്ശേരി ബീച്ച് കാണാം. ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കടൽപ്പാലം കാണാം. കടൽപ്പാലത്തിലോട്ട് ആരെയും കയറ്റത്തൊന്നുമില്ല. അവിടെ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. പാലത്തിലോട്ട് കയറുന്നതിന് മുന്നേ അടുത്ത് നിന്നിട്ട് ചുമ്മാ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ബീച്ചിലോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നേരം രാത്രിയായി. രാത്രി ആയപ്പോഴത്തേക്കും ഇരുട്ടിൻ്റെ മറവിൽ കുറേ ജീവജാലങ്ങൾ മണ്ണിനടിയിൽ നിന്ന് പുറത്തോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ കുറേ ഞണ്ടുകൾ വന്നു. പിന്നെ ഒരു വലിയ മീൻ ചത്ത് കിടക്കുന്ന പോലെ കണ്ടു. അപ്പോൾ ഇന്നത്തെ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.